ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവർസിയർ ഗ്രേഡ് 3യുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫ്ലൂയിഡ് മെക്കാനിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. പലരും ചോദിക്കുന്നുണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ് ഓവർസിയർ ഗ്രേഡ് 3യുടെ എക്സാമുകൾക്ക് ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ കുറച്ച് പോർഷൻ ഓവർസിയർ ഗ്രേഡ് 3യുടെ എക്സാമുകൾക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കുകയുള്ളൂ. വളരെ ഡെപ്തിലൊന്നും എന്ത് ചെയ്യില്ല ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് ചോദിക്കുന്നു പ്രതീക്ഷിക്കരുത്. ചെറിയ ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലായിട്ട് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്പെസിഫിക് വോളിയം ഓഫ് എ ലിക്വിഡ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ്. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ എന്തിന്റെ റെസിപ്രോക്കൽ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ അവിടെ പറയുന്ന ചില ടേമുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ടേം ആണ് എന്ത്, മാസ് ഡെൻസിറ്റി എന്നുള്ളത്. മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം. നമുക്കറിയാം യൂഷ്വലി നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയത്തിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ മാസ് ഡെൻസിറ്റി ആണ് സാധാരണയായിട്ട് പറയാറുള്ളത്. മാസ് ബൈ വോളിയം എന്നുള്ളതാണ് മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ റോ എന്നുള്ള ടേം വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ സ്പെസിഫിക് വോളിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഡെൻസിറ്റിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് വോളിയം ബൈ മാസിനെയാണ് നമ്മൾ സ്പെസിഫിക് വോളിയം എന്ന് പറയും. ഓക്കെ, അപ്പോൾ റോ എന്നുള്ളത് എന്താകും, 1/ρ എന്നാകും. നമുക്കറിയാം മാസ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാമും വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബും ആണ്. അപ്പോൾ സ്പെസിഫിക് വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് ബൈ കിലോഗ്രാം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയം എന്തിന്റെ റെസിപ്രോക്കൽ ആണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. മാസ് ഡെൻസിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് സ്പെസിഫിക് വോളിയം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കാം. ഒന്ന് വെയിറ്റ് ഡെൻസിറ്റി. എന്താണ് ഈ മാസ് ഡെൻസിറ്റിയും വെയിറ്റ് ഡെൻസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ബൈ വോളിയാണ്. മാസ് ഡെൻസിറ്റി മാസ് ബൈ വോളിയായിരുന്നു. വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ വോളിയാണ്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാസിനെ 9.81 ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, വെയിറ്റ് കിട്ടുക. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയത്തിനെയാണ് വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയാ. വെയിറ്റ് ഡെൻസിറ്റിയുടെ മറ്റൊരു പേരാണ് സ്പെസിഫിക് വെയിറ്റ് എന്നുള്ളത്. ഓപ്ഷൻ സിയിൽ കൊടുത്തിട്ടുള്ളത് വെയിറ്റ് ഡെൻസിറ്റി തന്നെയാണ്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഡെൻസിറ്റി തന്നെയാണ്, വെയിറ്റ് ബൈ വോളിയം. ഇനി വെള്ളത്തിന്റെ സ്റ്റാൻഡേർഡ് ലിക്വിഡിന്റെ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. വെയിറ്റ് ഡെൻസിറ്റി ആവുമ്പോൾ 1000 ഇൻറ്റു 9.81 വരും. അതായത് 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് വെയിറ്റ് ഡെൻസിറ്റി എന്നുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഒരു ന്യൂമറിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. എ ബീക്കർ ഈസ് ഫിൽഡ് വിത്ത് എ ലിക്വിഡ് അപ് ടു എ മാർക്ക് ഓഫ് 1 liter ആൻഡ് വെയ്റ്റ്. ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഈസ് ഫൗണ്ട് ടു ബി 6.5 ന്യൂട്ടൺ. ദ സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് വിൽ ബി. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീക്കറിൽ ഒരു ലിക്വിഡ് 1 ലിറ്റർ വരെ നിറച്ചിട്ടുണ്ട്. 1 ലിറ്റർ മാർക്ക് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബീക്കറിൽ ഒരു ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, അതിന് വെയിറ്റ് എടുത്തു. വെയിറ്റ് കിട്ടിയത് 6.5 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്പെസിഫിക് വെയിറ്റ് എത്രയാണെന്നാണ് ചോദ്യം. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെയിറ്റ് ഡെൻസിറ്റി ആണ്. എന്താണ്, വെയിറ്റ് ബൈ വോളിയം ആണ്. വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, സ്പെസിഫിക് വെയിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്, ആ 1 ലിറ്റർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, വോളിയാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ വോളിയാണ്. വെയിറ്റ് എത്രയാണ്, 6.5 ആണ്. അപ്പോൾ 6.5 ഡിവൈഡഡ് ബൈ 1 ലിറ്റർ, 6.5 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ 1 ലിറ്റർ. അതാണ് എന്ത്, സ്പെസിഫിക് വെയിറ്റ് എന്നുള്ളത്. അപ്പോൾ ആൻസർ എന്തായി, 6.5 ന്യൂട്ടൺ പെർ ലിറ്റർ എന്നായി. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്, ന്യൂട്ടൺ പെർ ലിറ്ററിലല്ല യൂണിറ്റ് വന്നിട്ടുള്ളത്, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ന്യൂട്ടണ് കിലോ ന്യൂട്ടൺ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. അതായത് 1000 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 1 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ 6.5 ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം ന്യൂമറേറ്ററിൽ. ഡിവൈഡഡ് ബൈ 1 ലിറ്റർ. 1 ലിറ്ററിനെ എന്താക്കി മാറ്റണം, മീറ്റർ ക്യൂബ് ആക്കി മാറ്റണം. അതായത് 1000 ലിറ്റർ ആണ് 1 മീറ്റർ ക്യൂബ്. അപ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1/1000 എന്ന് വരും. അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 1000കൾ വരുന്നതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ആയി പോവുകയും ആൻസർ 6.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്നാവും. അപ്പൊ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ എ ആണ്, 6.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ ഒരുപാട് വലിയ പ്രോബ്ലം, ന്യൂമറിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ഒക്കെ കാണുമ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഡിവൈസ് ഈസ് പോപ്പുലർലി യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ഡിഫറൻസ് ഓഫ് ലോ പ്രഷർ? ചെറിയ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാനോമീറ്ററുകളാണ് എന്ത് ചെയ്യുന്നത്, പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്നുള്ളത് 2 പൈപ്പുകളിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഡിഫറൻഷ്യൽ മാനോമീറ്ററുകൾ ഉപയോഗിക്കുക. അത് തന്നെ യൂട്യൂബ് ഷേപ്പ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ പറയാം. അപ്പോൾ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ യൂട്യൂബ് മാനോമീറ്ററുകളാണ് പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് സാധാരണ പ്രഷർ ഡിഫറൻസ് അല്ല, ഡിഫറൻസ് ഓഫ് ലോ പ്രഷറാണ്. ചെറിയ പ്രഷറുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാനോമീറ്റർ ഏതാണ്? എല്ലാം കൊടുത്തിട്ടുള്ള മാനോമീറ്ററാണ്. അപ്പോൾ ഏത് മാനോമീറ്ററാണ് ചെറിയ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ ആണ്. ഓക്കെ, ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മാനോമീറ്ററുകൾ എന്താണ്, താഴത്തോട്ടാണ് യു ഷേപ്പ് ഉണ്ടാവുക. ഇൻവേർട്ടഡ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ആ യു എന്ന് പറഞ്ഞ ഷേപ്പ് ഇൻവേർട്ടഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇതുപോലെയാണ് എന്ത് ചെയ്യുക, ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്ററുകൾ ഉണ്ടാവുക. അപ്പോൾ ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വളരെ ലൈറ്റർ ആയിട്ടുള്ള ഒരു എന്താ പറയുക, വളരെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ഗേജ് ലിക്വിഡ് ആണ് എന്ത് ചെയ്യുക അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഓക്കെ, സാധാരണ മെർക്കുറിയാണ് ഗേജ് ലിക്വിഡുകളായിട്ട് ഉപയോഗിക്കാറുള്ളത് യൂട്യൂബ് മാനോമീറ്ററിലൊക്കെ. പക്ഷെ ഇതിൽ വളരെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് എന്ത് ചെയ്യുക അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ വളരെ ചെറിയ പ്രഷറുകൾ പോലും ആ ചെറിയ വേരിയേഷനിൽ, ചെറിയ പ്രഷർ വേരിയേഷൻ തന്നെ എന്ത് ചെയ്യും, ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററുകൾ കാണിച്ചു തരും. അപ്പോൾ ഇതിന്റെ ആൻസർ ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ്. ലോ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നോർമൽ പ്രഷറുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉപയോഗിക്കാം. ഡിഫറൻസ് ഇൻ പ്രഷർ കാണാൻ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററുകൾ ഉപയോഗിക്കാം. പിന്നുള്ളത് ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ, അതേപോലെ തന്നെ വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്റർ. ഈ സിംഗിൾ കോളം മാനോമീറ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ റിസർവോയർ ഉണ്ടാവും, അതിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു യൂട്യൂബ് മാനോമീറ്ററിന്റെ തന്നെ വേറൊരു രൂപമാണ് ശരിക്കും ഈ സിംഗിൾ കോളം മാനോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വെർട്ടിക്കലും ഉണ്ട്, അതേപോലെ തന്നെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മാനോമീറ്റേഴ്സും ഉണ്ട്. ഇതൊക്കെ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് തന്നെയാണ് കേട്ടോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ കണക്റ്റഡ് ടു എ പൈപ്പ് ഇൻ വിച്ച് ലിക്വിഡ് ഈസ് ഫ്ലോയിങ് വിത്ത് യൂണിഫോം സ്പീഡ് വിൽ ഗിവ് വിച്ച് കൈൻഡ് ഓഫ് പ്രഷർ? ഒരു പൈപ്പിലൂടെ യൂണിഫോം സ്പീഡിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ലിക്വിഡിന്റെ, ഒരു ഫ്ലൂയിഡിലോട്ട് ഒരു യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് പ്രഷറാണ് നമുക്ക് കിട്ടുക? അബ്സല്യൂട്ട് പ്രഷറാണോ, വാക്വം പ്രഷറാണോ, ഗേജ് പ്രഷറാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ഗേജ് പ്രഷർ, വാക്വം പ്രഷറിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വളരെ എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, സാധാരണ ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡ് ആണെന്നുണ്ടെങ്കിൽ, ഒരു യൂണിഫോം സ്പീഡിൽ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മെഷർ ചെയ്യുന്നത് എന്താണ്, അറ്റ്മോസ്ഫറിക് പ്രഷറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഫ്ലൂയിഡ് പ്രഷർ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമുക്കറിയാം അറ്റ്മോസ്ഫറിക് പ്രഷറിനെ ബേസ് ചെയ്തിട്ട് എടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, ഗേജ് പ്രഷർ ആണ്. അപ്പൊ സാധാരണ നോർമൽ പ്രഷറുകൾ മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഗേജ് പ്രഷർ ആയിരിക്കും, അറ്റ്മോസ്ഫറിക് പ്രഷറിനെ ബേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ബാക്കിയുള്ള ടൈപ്സ് ഓഫ് പ്രഷറുകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അബ്സല്യൂട്ട് പ്രഷറും വാക്വം പ്രഷർ, ഗേജ് പ്രഷറൊക്കെ എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കാണുക. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. When the flow particles flowing in a zigzag manner and rotate about their own axis, it is what type of flow? എന്ത് ടൈപ്പ് ഫ്ലോ ആണ്? ഒരു സിഗ്സാഗ് മാനറിൽ ഒരു ഫ്ലോ പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ അത് അതിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് ഫ്ലോ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ഒന്ന് ടർബുലന്റ് ഫ്ലോ, ഇറൊട്ടേഷണൽ ഫ്ലോ, റൊട്ടേഷണൽ ഫ്ലോ, നൺ ഓഫ് ദിസ് ഇതാണ്. അപ്പൊ സിഗ്സാഗ് മാനറിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണത്, അതിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്താ പറയുക? നമുക്കറിയാം സാധാരണ റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിസിൽ എന്ത് ചെയ്യണം, ഫ്ലൂയിഡ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയും. അതിന്റെ ആക്സിസിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയും. ഇറൊട്ടേഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്സിസിൽ ഇത് റൊട്ടേറ്റ് ചെയ്യാതെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇറൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയും. ലാമിനാറും ടർബുലന്റും, ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതൊക്കെ എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, എല്ലാ ലൈനുകളും പാരലൽ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ലാമിനാർ എന്ന് പറയും. ടർബുലന്റ് ആണെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ട് എന്താ പറയുക, ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന് എന്തുണ്ടാവില്ല, പ്രോപ്പർ മോഷൻ ഉണ്ടാവില്ല, സിഗ്സാഗ് മാനറിലാണ് എന്ത് ചെയ്യുക പോകുന്നുണ്ടാവുക.
അപ്പോൾ സിഗ്സാഗ് മാനറിൽ പോകുന്നതിനെ നമുക്ക് ടർബുലന്റ് എന്ന് പറയാം, റൊട്ടേഷണലിൽ പോകുന്നതിനെ അതിന് റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയാം. പക്ഷേ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ സിഗ്സാഗ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു നെയിം ചെയ്യാൻ പറ്റൂല, അതിനെ നമുക്ക് റാൻഡം ഫ്ലോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലുള്ള ആൻസർ എന്തില്ല, റാൻഡം ഫ്ലോ എന്നില്ല. സോ ഇതിന്റെ ആൻസർ എന്താണ്, നൺ ഓഫ് ദീസ് ആണ്. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ഇഫ് ഏരിയ റെഡ്യൂസസ് ദെൻ വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് വെലോസിറ്റി. ഒരു കംപ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫ്ലൂയിഡ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ആണെങ്കിൽ അതിൽ പൈപ്പിന്റെ ഏരിയ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വലിയ പൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം, ആ വലിയ പൈപ്പിൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യണം, അതൊരു ചെറിയ പൈപ്പായി മാറിയിരിക്കുകയാണ്, അതായത് അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമെന്ന് പറയാനുള്ള കാരണം, നമുക്കറിയാം ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് a1 v1 = a2 v2. ഒരു പൈപ്പിന്റെ രണ്ട് സെക്ഷൻ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തുള്ള ഏരിയ ഇൻറ്റു വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി അതർ സെക്ഷൻ, അല്ലേ? അതിനെയാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയാം, കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഇവിടെ ഉണ്ടായ ഡിസ്ചാർജ് എത്രയാണ് അവിടെ തന്നെ ഇരിക്കണം, അപ്പുറത്തും ഉണ്ടാവേണ്ട ഡിസ്ചാർജ്. അപ്പോൾ ഒരു സ്ഥലത്തുള്ള ഏരിയ കൂടുകയും മറ്റേ സ്ഥലത്തുള്ള ഏരിയ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, വെലോസിറ്റി ഇതേപോലെ തന്നെ കൂടുകയും കുറയുകയും ചെയ്യും. ഏരിയ കൂടിയ സ്ഥലത്ത് വെലോസിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പുറത്തെ ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വെലോസിറ്റി കൂടും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിന് ഏരിയ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ ദ ആൻസർ ഈസ് ദ വെലോസിറ്റി ഇൻക്രീസസ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബെർണൌളിസ് ഇക്വേഷൻ ഇൻ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഈസ് വാലിഡ് ഫോർ. ബെർണൌളിസ് ഇക്വേഷൻ താഴെയുള്ള ഏത് ടൈപ്പ് ഫ്ലോയ്ക്കാണ് വാലിഡ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. കംപ്രസിബിൾ, ട്രാൻസിയന്റ്, കണ്ടിന്യൂസ്, വിസ്കസ്. ഓക്കെ, ഇങ്ങനെ ഇതിലുള്ള ഏത് ഫ്ലോയിനാണ് ബെർണൌളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ബെർണൌളിസ് ഇക്വേഷന് സർട്ടൻ അസംഷൻസ് ഉണ്ട്. എന്ത് അസംഷനിലാണ് ബെർണൌളിസ് ഇക്വേഷൻ ശരിക്കും നമുക്കറിയാം കൺസർവേഷൻ ഓഫ് എനർജിയിലാണ് എന്ത് ചെയ്യുന്ന ആ ഇക്വേഷൻ ഫോം ചെയ്തിട്ടുള്ളത്, അല്ലേ? ഒരു ഭാഗത്ത് ഒരു പൈപ്പിന്റെ ഒരു സെക്ഷനിൽ ഉണ്ടായിട്ടുള്ള എനർജി എന്ത് ചെയ്യും, അപ്പുറത്തെ സെക്ഷനിലും എന്ത് ചെയ്യും, അത് കൺസർവ് ചെയ്യും എന്നുള്ള കൺസെപ്റ്റിലാണ് ബെർണൌളിസ് ഇക്വേഷൻ വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, അതേപോലെ തന്നെ പ്രഷർ എനർജി കൺസർവ് ചെയ്യും എന്ത്, അപ്പുറത്തേലും. അതിൽ ചെറിയ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് ബെർണൌളിസ് ഇക്വേഷൻ എന്നുണ്ടെങ്കിലും ബെർണൌളിസ് ഇക്വേഷൻ വർക്ക് ചെയ്യുന്നത് ഈ കൺസർവേഷൻ ഓഫ് എനർജിയുടെ ടേംസിലാണ്. അപ്പോൾ ബെർണൌളിസ് ഇക്വേഷൻ ആ ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സർട്ടൻ അസംഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അസ്യൂം ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ബെർണൌളിസ് ഇക്വേഷന്റെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഫ്ലൂയിഡ് എന്തായിരിക്കണം, ഐഡിയൽ ആയിരിക്കണം, സ്റ്റഡി ഫ്ലോ ആയിരിക്കണം, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിരിക്കണം, അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഫ്ലോ ആയിരിക്കണം, റൊട്ടേഷണൽ ഫ്ലോ ആയിരിക്കണം. ഇങ്ങനെയുള്ളതിന് മാത്രമേ ബെർണൌളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് താഴെയുള്ള ഓപ്ഷനിൽ നമുക്ക് പറയാം കണ്ടിന്യൂസ് ആയിട്ടുള്ളത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിന് ഫിറ്റ് ആയിട്ടുള്ളൂ, അല്ലേ? ആ ഓപ്ഷനിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തുള്ള ഐഡിയൽ, സ്റ്റഡി, ഇൻകംപ്രസിബിൾ, കണ്ടിന്യൂസ് ആൻഡ് റൊട്ടേഷണൽ, ഈ 5 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ബെർണൌളിസ് ഇക്വേഷനെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്ലൂയിഡുകൾക്കാണ് ബെർണൌളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ബെർണൌളിസ് ഇക്വേഷൻ ഇൻ ദ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഈസ് വാലിഡ് ഫോർ ദി കണ്ടിന്യൂസ് ഫ്ലോസ് എന്ന് നമുക്ക് പറയാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് എ പിറ്റോ ട്യൂബ് മെഷർ അപ്പോൺ വിച്ച് പ്രിൻസിപ്പിൾ ഡസ് എ പിറ്റോ ട്യൂബ് വർക്ക്? രണ്ട് ചോദ്യമാണ് ഒന്നിലുള്ളത്. പിറ്റോ ട്യൂബ് എന്താണ് മെഷർ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഏത് പ്രിൻസിപ്പിളിലാണ് പിറ്റോ ട്യൂബ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റോ ട്യൂബ് എന്നുള്ളത് ബെർണൌളിസ് പ്രിൻസിപ്പിളിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്, അല്ലേ? വെഞ്ചുറി മീറ്റർ, പിറ്റോ ട്യൂബ്, അതേപോലെ തന്നെ ഒറിഫിസ് മീറ്റർ, ഈ 3 എണ്ണവും എന്താണ്, ബെർണൌളിസ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇൻസ്ട്രുമെന്റുകൾ. ഇനി ഈ ചോദ്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇതിന്റെ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡസ് പിറ്റോ ട്യൂബ് മെഷർ? പിറ്റോ ട്യൂബ് മെഷർ ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദ്യം. നമ്മൾ ഇന്നലെ പറഞ്ഞു ബാക്കിയുള്ള ഒറിഫിസ് മീറ്ററും വെഞ്ചുറി മീറ്ററും ഉപയോഗിക്കുന്നത് ഒരു പൈപ്പിനകത്തൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പിറ്റോ ട്യൂബ് ഉപയോഗിക്കുന്നത് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ആൻസർ വെലോസിറ്റിയും ബെർണൌളിസ് പ്രിൻസിപ്പിൾ ഓപ്ഷൻ ബി ആണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം വാട്ട് ഡസ് പിറ്റോ ട്യൂബ് മെഷർ എന്നാണ്. പിറ്റോ ട്യൂബ് മെഷർ ചെയ്യുന്നത് എന്താണ്? പിറ്റോ ട്യൂബ് മെഷർ ചെയ്യുന്നത് ഒരിക്കലും വെലോസിറ്റി അല്ല. പിറ്റോ ട്യൂബ് മെഷർ ചെയ്യുന്നത് പ്രഷറാണ്. ഓക്കെ, ഈ പ്രഷർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പിറ്റോ ട്യൂബ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പിറ്റോ ട്യൂബ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. പക്ഷെ പിറ്റോ ട്യൂബ് എന്താണ് മെഷർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം പ്രഷറാണ് മെഷർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് യൂസസ് ബെർണൌളിസ് പ്രിൻസിപ്പിൾ. ബെർണൌളിസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ്
അത് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്രഷർ ആൻഡ് ബെർണൗളിസ് പ്രിൻസിപ്പിൾ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്ക് നമ്മൾ ആലോചിച്ച് വെക്കുക, ശരിക്കും മനസ്സിലാക്കി വെക്കുക. പിറ്റോ ട്യൂബ് മെഷർ ചെയ്യുന്നത് എപ്പോഴും എന്താണ്, പ്രഷറാണ്. എന്നാൽ പിറ്റോ ട്യൂബ് ഉപയോഗിക്കുന്നത് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എ മാസ് ഓഫ് 1000 kilogram of liquid occupies a volume of 1 cubic meter, then 1 represent which among the following? ഒരു ക്യൂബിക് മീറ്ററിൽ 1000 കിലോഗ്രാം ഓഫ് ലിക്വിഡ് ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ 1 എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? താഴെ കൊടുത്തിട്ടുള്ളത് 1 എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ഹിന്റ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞ വാല്യൂ ഇതിലുള്ള എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. സ്പെസിഫിക് ഡെൻസിറ്റി എന്ന് പറഞ്ഞ ടേം ഇല്ല, സ്പെസിഫിക് മാസ് എന്ന് പറഞ്ഞ ടേമും ഇല്ല. പിന്നെ ഉള്ളത് സ്പെസിഫിക് വെയിറ്റും സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ വോളിയത്തിനാണ് നമ്മൾ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയും. വെയിറ്റ് ബൈ വോളിയം. വെയിറ്റ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വെയിറ്റ് എന്നുള്ള 1000 കിലോഗ്രാം ആണ്. ശരിക്കും മാസാണ്. 1000 കിലോഗ്രാം ഡിവൈഡ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ 1 ക്യൂബിക് മീറ്റർ. അപ്പോൾ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ് എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ വരിക അല്ലേ. സ്പെസിഫിക് വെയിറ്റ് എടുക്കുകയാണെങ്കിൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വരിക. 1 ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബി അല്ല ആൻസർ. ഇനി ഓപ്ഷൻ സി നോക്ക്, സ്പെസിഫിക് ഗ്രാവിറ്റി. ഓപ്ഷൻ സി സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞു മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടറിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ്, ഇവിടെ തന്നിട്ടുള്ള ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി എടുക്കുക. 1000 എന്താണ് ഡെൻസിറ്റി പറഞ്ഞാൽ മാസ് ബൈ വോളിയം, അതായത് 1000 ഡിവൈഡഡ് ബൈ വോളിയം 1. ഓക്കെ, സോ 1000 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഡെൻസിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ളതാണ്. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 1000 വരികയും രണ്ടും ക്യാൻസലായി പോകുമ്പോൾ ആൻസർ എന്ത് ചെയ്യും, 1 കിട്ടും. അപ്പോൾ ഇവിടെ 1 റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം 1 റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ലിക്വിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, വാട്ടറാണ്. കാരണം വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് 1. അത് മാത്രമല്ല വാട്ടറിന്റെ ഡെൻസിറ്റി ആണ് 1 ക്യൂബിക് മീറ്ററിൽ 1000 കിലോഗ്രാം എന്നുള്ളത് അല്ലേ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വാട്ടറിന്റെ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിംപ്ലി ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്, വാട്ടർ ആണ്. വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രപ്പിസോയിഡൽ വിയർ ഹാസ് അനദർ പോപ്പുലർ നെയിം. ഒരു ട്രപ്പിസോയിഡൽ വിയർ, ഒരു ട്രപ്പിസോയിഡൽ വിയർ, അതിന് മറ്റൊരു പോപ്പുലർ ആയിട്ടുള്ള പേരുള്ളത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സിപ്പോലിറ്റി വിയർ ആണ്. എല്ലാ ട്രപ്പിസോയിഡൽ വിയറുകളും സിപ്പോലിറ്റി വിയർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ സിപ്പോലിറ്റി വിയർ എന്താണ്, ഒരു ട്രപ്പിസോയിഡൽ വിയർ ആണ്. എന്താണ് ഈ സിപ്പോലിറ്റി വിയറിന്റെ പ്രത്യേകത? സിപ്പോലിറ്റി വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ട്രപ്പിസോയിഡൽ വിയർ ആണ്. അതിന്റെ സൈഡ് സ്ലോപ്പ് 1:4 റേഷ്യോയിലാണ് നിൽക്കുന്നുണ്ടാവുക. 1:4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ 1:4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വെർട്ടിക്കൽ ടു 4 ഹൊറിസോണ്ടൽ എന്നാണ്. അങ്ങനെയല്ല, 4 വെർട്ടിക്കലിന് 1 ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുന്ന സൈഡുകളുള്ള ട്രപ്പിസോയിഡൽ വിയറുകളെയാണ് നമ്മൾ സിപ്പോലിറ്റി വിയർ എന്ന് പറയാം. എന്നാൽ എന്തുകൊണ്ടാണ് ഈ 4:1 അല്ലെങ്കിൽ 1:4 എന്നുള്ള ആ റേഷ്യോ അതിന്റെ സൈഡ് സ്ലോപ്പിന് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സാധാരണ ട്രപ്പിസോയിഡൽ വിയറുകളുടെ ഒക്കെ സൈഡുകൾ എന്താണ്, ഇതേപോലെ ഒരു സ്ലോപ്പിലാണ് ഉണ്ടാവുക. പക്ഷെ ആ സ്ലോപ്പ് പ്രത്യേകം എന്ത് ചെയ്യാറില്ല, ഡിഫൈൻ ചെയ്യാറില്ല. 4 വെർട്ടിക്കൽ ടു 1 ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ 1 ഹൊറിസോണ്ടൽ ടു 4 വെർട്ടിക്കൽ എന്നൊന്നും എന്ത് ചെയ്യാറില്ല, ഡിഫൈൻ ചെയ്യാറില്ല. എന്താണ് സിപ്പോലിറ്റി വിയറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ വിയർ എത്രയാണോ ഡിസ്ചാർജ് തരുന്നത് അത്രയും ഡിസ്ചാർജ് തന്നെ എന്ത് ചെയ്യും, ഒരു ട്രപ്പിസോയിഡൽ വിയർ തരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ട്, ഒരു ചെറിയ തെറ്റുണ്ട് അല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇത് കുറച്ച് ഡെപ്തിലുള്ളതാണ്. കാരണം ഒരു റെക്ടാങ്കുലർ വിയറിൽ നമുക്ക് തിയറിറ്റിക്കലി നമുക്ക് അതിന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് കിട്ടുന്ന ഡിസ്ചാർജ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു റെക്ടാങ്കുലർ വിയറിലൂടെ പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് കിട്ടൂല. ശരിക്കും മനസ്സിലാക്കുക, പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് കിട്ടുന്ന ഡിസ്ചാർജും തിയറിറ്റിക്കലി നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന ഡിസ്ചാർജും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എപ്പോഴും തിയറിറ്റിക്കൽ ഡിസ്ചാർജ് കൂടുതലായിരിക്കും പ്രാക്ടിക്കൽ ഡിസ്ചാർജിനേക്കാൾ. ഓക്കെ, അപ്പോൾ ഒരു സിപ്പോലിറ്റി വിയർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് അങ്ങനെ കുറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ വിയറുകൾ എടുക്കുമ്പോൾ അതിനൊരു എൻഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. എൻഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഡൗൺ സ്ട്രീം സൈഡിലോട്ട് വെള്ളം ഒഴുകി വരുമ്പോൾ അതിൻ്റെ എൻഡുകൾ ഒന്ന് കോൺട്രാക്ട് ചെയ്യും. എന്നിട്ടേ വെള്ളം എന്ത് ചെയ്യുള്ളൂ, പുറത്തോട്ട് വരുള്ളൂ. അപ്പോൾ ആ എൻഡ് കോൺട്രാക്ഷൻ കാരണം എന്ത് ചെയ്യും, ആക്ച്വലി എത്രയാണ് അതിൻ്റെ ഏരിയകൾ, ആ ഏരിയ ഫുള്ള് കവർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യില്ല, വെള്ളം പുറത്തോട്ട് വരില്ല. അതാണ് ശരിക്ക് ഈ ആക്ച്വൽ ഡിസ്ചാർജ് കുറഞ്ഞു പോകാനും തിയററ്റിക്കൽ ഡിസ്ചാർജ് കൂടാനുള്ള കാരണം, എൻഡ് കോൺട്രാക്ഷനാണ്. ഇനി ഈ എൻഡ് കോൺട്രാക്ഷൻ കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സിപ്പോളിറ്റി വിയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു റെക്ടാങ്കുലർ വിയറിൽ തിയറിറ്റിക്കലി എത്ര ഡിസ്ചാർജ് ആണോ തരുന്നത് അത്രയും ഡിസ്ചാർജ് തന്നെ ഒരു സിപ്പോളിറ്റി വിയറിൽ പ്രാക്ടിക്കൽ കേസിൽ കിട്ടും. ഒരു ട്രപ്പിസോയിഡൽ വിയർ എടുക്കുകയാണെങ്കിൽ ട്രപ്പിസോയിഡൽ വിയറിന്റെ ഡിസ്ചാർജ് അല്ല സിപ്പോളിറ്റി വിയർ തരിക, മറിച്ച് ഒരു റെക്ടാങ്കുലർ വിയറിന്റെ തിയറിറ്റിക്കൽ ഡിസ്ചാർജ് എത്രയാണോ അത്ര തന്നെ എന്ത് ചെയ്യും, ഒരു സിപ്പോളിറ്റി വിയർ പ്രാക്ടിക്കലി ഡിസ്ചാർജ് തരും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് സിപ്പോളിറ്റി വിയർ എന്നുള്ളത്. ഇതിൽ നമ്മൾ കൂടുതലായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത്, ഒന്ന് സിപ്പോളിറ്റി വിയർ തരുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ വിയറിന്റെ തിയറിറ്റിക്കൽ ഡിസ്ചാർജ് ആയിരിക്കും ഫസ്റ്റ്. രണ്ടാമത്തത് അതിന്റെ സൈഡ് സ്ലോപ്പ് 4 വെർട്ടിക്കൽ ടു 1 ഹൊറിസോണ്ടൽ എന്നുള്ള രൂപത്തിലാണ് നിൽക്കുന്നുണ്ടാവുക. 1:4 4:1 ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, സ്ലോപ്പുകൾ കാണാറുണ്ട് സിപ്പോളിറ്റി വിയറിന്റെ. മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ, 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടലിനെയും 4 എന്നുള്ള ന്യൂമറിക്കൽ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന്റെ വെർട്ടിക്കലിനെയാണ്. ഓക്കെ. മൂന്നാമത്തത് സിപ്പോളിറ്റി വിയർ എന്നുള്ളത് എന്താണ്, ഒരു ട്രപ്പിസോയിഡൽ വിയർ ആണ്. റെക്ടാങ്കുലർ വിയർ അല്ല, ഒരു ട്രപ്പിസോയിഡൽ വിയർ ആണ്. ബാക്കിയുള്ള ടൈപ്പ് വിയറുകളൊന്നും ഇല്ല. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.